നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിൻ്റെ പേരിൽ വനിതാ ജീവനക്കാർക്കും മാനേജർക്കും നേരെ ആക്രമണം നടത്തിയത് കാറിലെത്തിയ 3 അംഗ സംഘം. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പത്തിരിപ്പാലയിൽ മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. പത്തിരിപ്പാല പേരൂർ നായർ വീട്ടുപടി കോളനിയിൽ തങ്കമണിയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കേരള കലാമണ്ഡലം വീണ്ടും ചരിത്രത്തിലേക്ക്. 68 ഗോത്ര വിഭാഗം വിദ്യാർത്ഥികൾ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ചിലങ്കയണിക്കും. അരങ്ങേറ്റം കുറിച്ചത് 4 ദിവസത്തെ നൃത്ത പരിശീലനത്തിന് ശേഷം. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിൻ്റെ പേരിൽ പട്ടാമ്പി കൂട്ടുപാത പെട്രോൾ പമ്പിൽ സംഘർഷം. വനിതാ ജീവനക്കാരെയും മാനേജരെയും കാറിലെത്തിയ 3 അംഗ സംഘം മർദ്ദിച്ചു. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി. പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോൾ നൽകിയില്ലെന്നാരോപിച്ച് പട്ടാമ്പി കൂട്ടുപാതയ്ക്ക് സമീപത്തെ പെട്രോൾ പമ്പിലെ വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ മർദ്ദിക്കുകയും അസഭ്യം പറഞ്ഞതായും പരാതിയുണ്ട്. ആലിക്കൽ ഫ്യൂവൽസിലെ മാനേജർ വിജയകുമാറിനെയും തൊഴിലാളികളെയുമാണ് ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30 KL 5L 5379 നമ്പർ കാറിലെത്തിയ 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കുപ്പിയിൽ പെട്രോൾ നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു മർദ്ദനം. ഓഫീസിലിരുന്ന മാനേജരെ വലിച്ചിഴച്ച് പെട്രോൾ അടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം ബലമായി കുപ്പിയിൽ പെട്രോൾ നിറച്ച ശേഷം സംഘം മടങ്ങുകയായിരുന്നു. ജീവനക്കാർ CCTV ദൃശ്യം സഹിതം നൽകിയ പരാതിയെ തുടർന്ന് ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പത്തിരിപ്പാല പേരൂരിൽ മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. പേരൂർ പെരുമ്പറയിൽ നായർ വീട്ടുപടി കോളനിയിൽ താമസിക്കുന്ന തങ്കമണിയുടെ വീടാണ് തകർന്നത്. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. സംഭവ സമയം തങ്കമണിയും മകളും പേരക്കുട്ടിയും വീടിനകത്ത് ഭക്ഷണം കഴിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. 40 വർഷം പഴക്കം ചെന്ന മൺചുമർ വീടാണിത്. തങ്കമണിയുടെ ഭർത്താവ് രാമചന്ദ്രൻ കോവിഡ് കാലത്ത് മരിച്ചിരുന്നു. ഇതോടെ തങ്കമണി വീട്ടിൽ തനിച്ചാണ് താമസം. അന്തിയുറങ്ങാൻ ഇടമില്ലാതെ ദുരിതത്തിലായി തങ്കമണി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ടപ്പോൾ കുട്ടി ഞങ്ങളെല്ലാവരും കൂടി എണിച്ച് ഓടി അപ്പുറത്തേക്ക് ഓടി നോക്കിയപ്പോൾ പെര ഒന്നിച്ച് വീണ് നോക്കിയപ്പോൾ പിന്നെ എവിടെ ഇല്ല ബാക്കി. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അത് അവിടെ എല്ലാം കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പഞ്ചായത്തും ജില്ലാ കളക്ടറും ഇടപെട്ട് ഇവർക്ക് അന്തിയുറങ്ങാൻ കിടപ്പാടം അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അധികൃതർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് തങ്കമണി. വില്ലേജ് അധികൃതർ വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചരിത്ര നേട്ടവുമായി കേരള കലാമണ്ഡലം. ഗോത്രവിഭാഗത്തിലെ 68 പെൺകുട്ടികൾ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും അരങ്ങേറ്റം കുറിച്ചു. 4 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന നൃത്ത പഠനത്തിനൊടുവിലാണ് വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചത്.
ചോടെ 2025 സമാപനം കുറിച്ചത്. കേരള കലാമണ്ഡലവും സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്ററും സംയുക്തമായാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അനുഭവാധിഷ്ഠിത പഠനം നൃത്തത്തിലൂടെ ചോടെ 2025 വേനലവധി ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ വ്യത്യസ്ത ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള 68 പെൺകുട്ടികൾ ഈ ക്യാമ്പിലൂടെ ശാസ്ത്രീയ നൃത്തം പഠിച്ചു. മുഴുവൻ കുട്ടികൾക്കും കേരള കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ മുൻകൈയെടുത്ത് പ്രശസ്ത നർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമായ ചിത്ര സുകുമാരന്റെയും ജയലക്ഷ്മി ശ്രീധരന്റെയും സംയുക്താഭിമുഖ്യത്തിലുള്ള ചിത്ര ഫൗണ്ടേഷൻ സൗജന്യമായി ചിലങ്കകൾ നൽകി. കൂത്തമ്പലത്തിൽ നടന്ന സമാപനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അതിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എൻ്റെ പദവി കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോവുകയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കലാമണ്ഡലത്തിൻ്റെ പ്രൊഫൈൽ, കലാമണ്ഡലം പൂർണ്ണമായും അതിൻ്റെ പൂർണ്ണമായൊരു ഉടമസ്ഥതയിലേക്ക്, കേരളത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു ചുവടുവെപ്പാണെന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ശ്രീ സതീഷ് കുമാർ പറഞ്ഞ മാതിരി വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന ഒന്നാണ് എങ്ങനെ കലാമണ്ഡലം പുതിയ മേഖലകളിലേക്ക്, അതായത് പുതിയ ഓഡിയൻസിലേക്ക്, എൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡർ പങ്കാളികളിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാം എന്നുള്ളത്. SCERT റിസർച്ച് ഓഫീസർ K സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മഹിളാ സമഖ്യ സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ L രമാദേവി മുഖ്യപ്രഭാഷണം നടത്തി. കേരള കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ, കലാമണ്ഡലം അച്യുതാനന്ദൻ എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം ഡോക്ടർ രജിത രവി സ്വാഗതവും SCERT സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ ബേബി മോൾ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചതുപ്പിലകപ്പെട്ട പശുവിനെ രക്ഷകരായി ഹരിതകർമ്മസേനാംഗങ്ങൾ. പെരുങ്കോട്ടുകുരിശിയിലെ ഹരിതകർമ്മസേനയാണ് മരണഭീതിയിൽ നിന്നും മിണ്ടാപ്രാണിയുടെ ജീവൻ കാത്തത്. മരണഭീതിയിൽ നിന്ന് മിണ്ടാപ്രാണിയുടെ ജീവൻ കാത്ത സന്തോഷത്തിലാണ് ഇവർ. ശനിയാഴ്ച വൈകിട്ടാണ് പെരിങ്ങോട്ടുകുറിച്ചി ശ്മശാനത്തിന് സമീപം പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന MCF-ൽ ജോലി ചെയ്തിരുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ പശുവിന്റെ കരച്ചിൽ കേട്ടത്. എന്തോ അപകടം പറ്റിയതാണെന്ന് അറിഞ്ഞ് പുറത്തുവന്ന് നോക്കിയപ്പോഴാണ് ചതുപ്പിൽ കുഴിയിൽ വീണ് കിടക്കുന്ന പശുവിനെ കണ്ടത്. ഹരിതസേനാംഗങ്ങളായ വിജയകുമാരി, ഉഷ, ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ പശുവിനെ വലിച്ച് കരകയറ്റി. ഒടുവങ്കാട് അനന്തൻ എന്നയാളുടെ പശുവായിരുന്നു അത്. അനന്തനും ഇവരോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ക്ഷീരകർഷകർക്ക് ഏറെ പ്രചോദനമാകുന്ന രീതിയാണ് മിൽമയുടെ പ്രവർത്തനമെന്ന് മുഹമ്മദ് ഹുസൈൻ MLA. മിൽമ കേരള ഫെഡറേഷൻ ചെയർമാൻ KS മണിക്ക് ഓങ്ങല്ലൂരിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കഴിയുന്ന രീതിയിൽ സഹകരണ സംഘങ്ങൾക്കൊക്കെ തന്നെ കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അവരെയൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. വിശദമായ പ്രസംഗത്തിലേക്ക് ഞാൻ മുതിരുകയല്ല. ക്ഷീരമേഖല, ആ മേഖലയ്ക്ക് കർഷകന്റെ നട്ടെല്ലായിട്ടാണ്. കർഷകന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകർന്നുകൊണ്ട് വളരെ മാതൃകാമായ പ്രവർത്തനങ്ങളുമായാണ് മിൽമ മുന്നോട്ട് പോകുന്നത്. ഈ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ നൂതനമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട്, എന്നാൽ കർഷകനെ ബുദ്ധിമുട്ടിക്കാതെ പൊതുജനങ്ങൾക്ക് പാലിന്റെ വില വല്ലാതെ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴും അതിനെ മാനേജ് ചെയ്തുകൊണ്ട്, വല്ലാതെ വർദ്ധിപ്പിക്കാതെ തന്നെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു പ്രത്യേകമായ പ്രവർത്തനമാണ് പുതിയ ഭരണസമിതി എടുത്ത പ്രവർത്തനം. തീർച്ചയായിട്ടും മിൽമ കേരള ഫെഡറേഷൻ ചെയർമാൻ KS മണി, ഫെഡറേഷൻ ഡയറക്ടർ കോരൻ ഒങ്ങല്ലൂർ, മിൽമ മലബാർ മേഖല ഡയറക്ടർമാരായ K ചെന്താമര, S സനോജ് എന്നിവർക്കാണ് കേരള കാർഷിക സംഘം, ഓങ്ങല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ സെൻട്രലിൽ സ്വീകരണം നൽകിയത്. മിൽമ ചെയർമാൻ KS മണി അടക്കമുള്ളവരെ ചടങ്ങിൽ MLA ഉപഹാരം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. കഴിഞ്ഞ 5 വർഷം ചെയ്ത കർഷക ക്ഷേമ പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളുമാണ് വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞതെന്ന് യോഗത്തിൽ സംസാരിക്കവേ ചെയർമാൻ KS മണി പറഞ്ഞു. പാൽ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ.
അപ്പോൾ സംഘം പ്രസിഡന്റുമാർ ഏതൊക്കെയാണ്, പാലക്കാട് ജില്ലയിലെ എത്ര സംഘം പ്രസിഡന്റുമാരുണ്ട്, ഏതൊക്കെയാണ് രാഷ്ട്രീയമായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്നതെന്ന് കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. അതിനേക്കാളും വലിയ തോതിൽ വോട്ട് കിട്ടി നമുക്ക് ഭൂരിപക്ഷം കൂടി കിട്ടിയതിൻ്റെ പ്രകടമായ കാരണം ഈ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലം നമുക്ക് ഭരണം ചരിത്രത്തിൽ ആദ്യമായി കിട്ടിയപ്പോൾ നമ്മൾ ചെയ്ത കർഷക ക്ഷേമ പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ്. 2002 ആണ് ആദ്യമായിട്ട് മലബാർ മേഖലാ യൂണിയനിൽ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചത്. ചടങ്ങിൽ PM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. AM നാരായണൻ, C അച്യുതൻ, മാണിക്യൻ, U അജയ്കുമാർ, P നാരായണൻ, PP വിജയൻ, KT പുഷ്പലത, സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ SNDP യോഗം ശാഖയുടെ നേതൃത്വത്തിൽ വായ്പാ വിതരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം CU സുജിത് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് വെസ്റ്റ് യൂണിയന്റെ കീഴിലുള്ള മണ്ണൂർ ശാഖയിലെ 3 മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകൾക്കാണ് വായ്പാ വിതരണം ചെയ്തത്. പറളി ധനലക്ഷ്മി ബാങ്ക് മുഖേന 51 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. നീലാഞ്ചേരി, പള്ളത്ത്, കോഴിച്ചുണ്ട എന്നീ യൂണിറ്റുകൾക്കാണ് വിതരണം. യൂണിയന്റെ കീഴിലുള്ള മണ്ണൂർ ശാഖയിലെ 3 യൂണിറ്റുകൾക്കായി 51 ലക്ഷം രൂപ നമ്മൾ വായ്പയായിട്ട് വിതരണം ചെയ്യും ഈ സമയത്ത്. അതിൽ 3 യൂണിറ്റുകൾക്ക് ഓരോ ലക്ഷം രൂപ ഓരോ മെമ്പർമാർക്കും അതിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് അവരുടെ വായ്പകൾ ഇതിപ്പോൾ ആവശ്യപ്പെട്ടിട്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ ആയിട്ടുള്ളൂ. അത് നേരത്തെ അവർ എടുത്തിരുന്ന വായ്പ കറക്റ്റായിട്ട് നമ്മൾ തിരിച്ചടച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു താമസവും കൂടാതെ തന്നെ അത് തിരിച്ചടച്ച് അതിന് പേപ്പർ 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കി നമുക്കത് ഒരാഴ്ചക്കുള്ളിൽ അതിന് പൈസ നമുക്ക് കൈമാറാൻ കഴിയുന്നു നമ്മുടെ ശാഖയ്ക്ക്. അത് ഇത്തരത്തിൽ നമ്മളിപ്പോൾ എല്ലാ ശാഖകളിലും അവരുടെ വായ്പാ വിതരണം വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാഖാ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി PK സദാശിവൻ മാസ്റ്റർ, TS സന്തോഷ്, C ബിന്ദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മങ്കര കാളിക്കാവ് ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ക്ഷേത്രപ്രവേശന കവാടം ഭക്തർക്ക് തുറന്നു നൽകി. തേനൂർ ചെമ്മങ്ങാട് മാധവൻ നായരുടെ സ്മരണയ്ക്കായി മകൻ രാധാകൃഷ്ണനാണ് കവാടം നിർമ്മിച്ച് ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചത്. കാളികാവ് ക്ഷേത്രം മേൽശാന്തി രംജിത്ത് എമ്പ്രാന്തിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പുറത്തെ കാവ് മേൽശാന്തി സുരേഷ് കുമാർ, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് M കൃഷ്ണദാസ്, ഭാരവാഹികളായ PR തുളസിദാസ്, മോഹൻ കൊയിലത്ത്, PK രവിശങ്കർ, KV രാമചന്ദ്രൻ, KV വേലായുധൻ, P സുധാകരൻ, രഘുറാം, P രമേശ്, സുകുമാരൻ പരിയശ്ശേരി, കവാടം സ്പോൺസർമാരായ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കാളികാവിൽ ഒരു പുനരുദ്ധാരണ കമ്മിറ്റി വരികയും 10 കാര്യങ്ങൾ ഒരു തീരുമാനമെടുത്തു വന്ന് അതിൽ 7ാമത്തെ ദൗത്യമാണ് ഇന്ന് പൂർത്തീകരിക്കാൻ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം ശ്രീകോവിൽ, 2ാമത് ചുറ്റമ്പലം, 3ാമത് അതിൻ്റെ ശ്രീകോവിലിൻ്റെ മുറ്റം അതെല്ലാം ഡ്രെയിനേജ് എല്ലാ ഫെസിലിറ്റിയും കൂടി ചെയ്യുക. 4ാമത് നമ്മളൊരു കിണർ നിർമ്മിച്ചു കഴിഞ്ഞു. 5ാമത് ഒരു ടോയ്ലറ്റ്, ജനങ്ങൾക്ക് വേണ്ടി ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചു. 6ാമത്തെ ദൗത്യമായിട്ട് ഈ ഗ്രൗണ്ടിന് സ്ഥലം പോരാ എന്ന് പറഞ്ഞ് പ്രൈവറ്റ് പാർട്ടിയിൽ നിന്ന് സ്ഥലം എടുത്ത് അതിൽ മണ്ണ് നികത്തി ഗ്രൗണ്ട് നല്ല വിശാലമായ ഗ്രൗണ്ടാക്കി മാറ്റി. 7ാമത്തെ ദൗത്യം ഇതാണ് നടന്നിരിക്കുന്നത്. ഈ പ്രവേശന കവാടമാണ്. ഇനി 3 ദൗത്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. കാളികാവിൻ്റെ ചുറ്റുമതിൽ, അതുപോലെ തന്നെ ഒരു ഓഫീസ് കെട്ടിടം, ഒരു സ്റ്റേജ്. ഏതാണ്ട് അത് രണ്ടും പകുതി പണിയിൽ നിൽക്കുന്നുണ്ട്. ഈ പ്രവേശന കവാടം ആര് ചെയ്യും എന്നുള്ളൊരു ദൗത്യം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബേബി ലോൺ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാർ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അദ്ദേഹം തന്നെ ഒരു കോൺട്രാക്ടറെ കണ്ടെത്തി വളരെ ഭംഗിയായി അത് നിർമ്മിച്ചു തന്നിട്ട്. മറ്റ് ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ഭക്തരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇവിടെ ഒരു 10-12 വർഷത്തിൽ കൂടുതലായി എൻ്റെ സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന ആവശ്യപ്രകാരമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പേരിൽ അത് നിർമ്മിച്ചു തരാൻ സംബന്ധിച്ച് തന്നെ വളരെ ഭാഗ്യമായിട്ടും ഭഗവതിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതിലും വളരെ ഭാഗ്യമായിട്ടും നിർമ്മിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ നെടുങ്കുണ്ടൂർ റെസിഡന്റ് അസോസിയേഷൻ്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നേത്ര ചികിത്സാ ക്യാമ്പും തീവ്രരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. നെടുങ്കുണ്ടൂർ അംഗൻവാടിയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഉചിതമായ സമയത്താണ് ഉചിതമായ ഒരു പരിശോധന കൂടിയാണ് നേത്ര പരിശോധന എന്നതും വളരെ പ്രസക്തി ആർജിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പങ്കാളിത്തം 160 വീടാണ് സുരേന്ദ്രൻ പറഞ്ഞത്.
560 വീടുകളെയും ബന്ധിപ്പിക്കുന്ന, അവരെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയായി ഈ ഘടകത്തെ മാറ്റാൻ സാധിക്കണം. NRA ട്രഷറർ സുരേന്ദ്രൻ പാപ്പുള്ളി സ്വാഗതം പറഞ്ഞു. റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, ഡോക്ടർ ജിഷ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KR മോഹൻദാസ് നന്ദി പറഞ്ഞു. ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. അധ്യാപക മേഖലയെ പോലും ദിവസവേതനക്കാരാക്കുന്ന തൊഴിൽ സംസ്കാരമാണ് സർക്കാർ പുലർത്തുന്നതെന്ന് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ ആരംഭിച്ചു. തൊഴിൽപരമായും സാമ്പത്തികപരമായും മുൻപെങ്ങുമില്ലാത്ത വിധം ഗുരുതരമായ പരിതസ്ഥിതിയാണ് അധ്യാപകർക്ക് കടന്നുപോകുന്നതെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രഥമ അധ്യാപകർക്ക് പ്രത്യേകമായ ഒരു ശമ്പള സ്കെയിലോ ആർജിതാവധി ആനുകൂല്യമോ സഹാധ്യാപകർക്ക് ഇൻക്രിമെന്റോ ലഭിക്കുന്നില്ല. നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് പ്രധാനാധ്യാപകർ കടന്നുപോകുന്നത്. ചില ഉദ്യോഗസ്ഥരുടെ കുൽസിത നടപടി മൂലം അധ്യാപകരുടെ ആവശ്യങ്ങൾ തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. എയ്ഡഡ് മേഖലയിലെ പ്രധാനാധ്യാപകരുടെ ഏകസംഘടനയായ KPPHA-യുടെ 55ാം സംസ്ഥാന സമ്മേളനം 7, 8, 9 തീയതികളിൽ പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, MB രാജേഷ്, പാലക്കാട് MP VK ശ്രീകണ്ഠൻ, MLA-മാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ, KD പ്രസേനൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഏപ്രിൽ 7-ന് പ്രതിനിധി സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും, ഏപ്രിൽ 8-ന് ഉദ്ഘാടന സമ്മേളനം, വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം, വനിതാ സമ്മേളനം എന്നിങ്ങനെയാണ് ഏപ്രിൽ 8-ല്. ഏപ്രിൽ 9-നാണ് നമ്മുടെ തിരഞ്ഞെടുപ്പും 2025-26 വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എയ്ഡഡ് മേഖലയിലെ പ്രൈമറി തലത്തിലുള്ള പ്രധാന അധ്യാപകർക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. പ്രധാന അധ്യാപകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റൊരു ഫോറം ഇല്ലാത്തതുകൊണ്ട് KPPHA എന്ന രീതിയിൽ 1966 തൃശ്ശൂർ റാഫേൽ മാസ്റ്റർ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ്. സർവീസ് സംബന്ധമായ കാര്യങ്ങളിലും മറ്റ് അക്കാദമിക കാര്യങ്ങളിലും ഒക്കെ നമ്മളുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് നമ്മൾ പ്രധാന അധ്യാപകരെ ശാക്തീകരിച്ച് മുന്നോട്ട് പോകും. വാർത്താസമ്മേളനത്തിൽ KG അനിൽകുമാർ, KG പവിത്രൻ, C നന്ദിനി, ബിജി മാത്യു, റജിമോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലെൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റിയുടെയും ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാർച്ച് 10-ന് സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. K-സ്മാർട്ടും കേരള സമൂഹം എന്ന വിഷയത്തിലാണ് സെമിനാർ നടക്കുക. ഒറ്റപ്പാലം 19 മൈലിലുള്ള ഷാലൂസ് ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റാനാണ് കേരള സർക്കാർ തീരുമാനം. ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത K-സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ 10-ാം തീയതി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും യാഥാർത്ഥ്യമാവുകയാണ്. ആധുനികവും ജനോപകാരപ്രദവുമായ എല്ലാ സാങ്കേതിക വിദ്യകളെയും ലെൻസ്ഫെഡ് സ്വാഗതം ചെയ്യുന്നു. നഗരസഭകളിൽ K-സ്മാർട്ട് നടപ്പാക്കിയപ്പോൾ ലൈസൻസികൾക്കും നഗരസഭാ ജീവനക്കാർക്ക് ഉൾപ്പെടെ ക്ലാസുകൾ എടുത്തു നൽകി ബോധവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ലെൻസ്ഫെഡ്. എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമ്പോൾ മതിയായ സർവർ സംവിധാനം ഒരുക്കണം. പഞ്ചായത്തിലെ ജീവനക്കാരെ പഠിപ്പിക്കേണ്ടതും പഞ്ചായത്ത് നിയമങ്ങളും ചട്ടങ്ങളും, മുനിസിപ്പൽ നിയമങ്ങളും ചട്ടങ്ങളും, പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ, മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ, പഞ്ചായത്ത് സർവീസ് റൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി ഇതിലൊരുക്കണം. എല്ലാ തരത്തിലും ജനോപകാരപ്രദമായി മാറിയാൽ മാത്രമേ ഇത് പ്രയോജനം ചെയ്യുകയുള്ളൂവെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംവിധാനം ജനോപകാരപ്രദമാക്കുന്നതിനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ലെൻസ്ഫെഡ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10-ന് ഒറ്റപ്പാലം 19-ാം മൈലിലുള്ള ഷാലൂസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. എല്ലാ പഞ്ചായത്തുകളും ഇത് ഓൾറെഡി നമ്മുടെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും നഗരസഭകളിലും അതുപോലെ തന്നെ കോർപ്പറേഷനുകളും നടപ്പിലാക്കി കഴിഞ്ഞാണ്. ഏകദേശം 1 വർഷത്തോളം ഇത് നടപ്പിലാക്കിയിട്ട് ജനങ്ങളിടയിൽ വളരെയധികം നല്ലൊരു ഇതോടുകൂടി ഉത്സാഹത്തോടുകൂടി അതുപോലെ വരവേൽപ്പോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിതിനെ സ്വാഗതം ചെയ്യണം. K-സ്മാർട്ട് എന്നുള്ള ഒരു സംവിധാനത്തെ പദ്ധതി നമ്മൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ചെറിയ അപാകതകൾ, അത് സർവേയറുടെ ഒരു കപ്പാസിറ്റി ഇല്ലായ്മ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിജ്ഞാനം ലഭിക്കാത്തൊരവസ്ഥ, അങ്ങനെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ ലഭ്യത കുറവ്, അങ്ങനെ കുറച്ച് കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെല്ലാം പൂർണ്ണമായിട്ട് പരിഹരിച്ചുകൊണ്ട് തന്നെ നമ്മളെല്ലാ പഞ്ചായത്തുകളും നടപ്പിലാക്കുന്നതിന് പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘടന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ലൊരു ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാ അംഗങ്ങൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം കൊടുത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം സജ്ജരാണ്. അപ്പോൾ ഈ സംവിധാനത്തെ നമ്മൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ചെറിയ രീതിയിലുള്ള ഈ അപാകതം പൂർണ്ണമായിട്ട് പരിഹരിക്കണം എന്നുള്ളതാണ്. ബിൽഡിംഗ് റൂൾ കമ്മിറ്റി കൺവീനർ T ജാബിർ വിഷയാവതരണം നടത്തും.
ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ, സംസ്ഥാന ട്രഷറർ V രാജേഷ്, AR വിജയഭാസ്കർ, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി M സനോജ്, ട്രഷറർ K മഹേഷ്, MV മണികണ്ഠൻ, NS ശ്രീജിത്ത്, TP സജീവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിന്റെ പേരിൽ വനിതാ ജീവനക്കാർക്കും മാനേജർക്കും നേരെ ആക്രമണം. ആക്രമണം നടത്തിയത് കാറിലെത്തിയ 3-അംഗ സംഘം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പത്തിരിപ്പാലയിൽ മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. പത്തിരിപ്പാല പേരൂർ നായർ വീട്ടുപടി കോളനിയിൽ തങ്കമണിയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കേരള കലാമണ്ഡലം വീണ്ടും ചരിത്രത്തിലേക്ക്. 68 ഗോത്ര വിഭാഗം വിദ്യാർത്ഥികൾ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ചിലങ്കയണിയും. അരങ്ങേറ്റം കുറിച്ചത് 4 ദിവസത്തെ നൃത്ത പരിശീലനത്തിന് ശേഷം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.